നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചായ്പോൾ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. കൊറോണ കാലഘട്ടത്തിൽ നിർത്തലാക്കിയ KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക വിലയിൽ വൻ വർധന വരുത്തി എണ്ണ കമ്പനികൾ. കേരളത്തിൽ UDF അധികാരത്തിലേറുമെന്ന് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുമ്പോഴും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് CPM നേതൃത്വം. അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആന യുവാവിനെ കുത്തിക്കൊന്നു. വാർത്തകൾ വിശദമായി. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PR പ്രസാദൻ, PC ഉമേഷ്, സിജി ടീച്ചർ, MK മോഹനൻ, MK അശോകൻ, TA ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സരിത രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. സുരക്ഷാ ഭവനിൽ നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി V ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് B സോമൻ അധ്യക്ഷനായി. ഓർഗനൈസിംഗ് സെക്രട്ടറി ഗോപിനാഥൻ, ജില്ലാ സെക്രട്ടറി PR ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി K വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KJ ദേവസി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ അംഗങ്ങളായ 80 വയസ്സ് തികഞ്ഞ 18 പെൻഷനേഴ്സിനെ ആദരിച്ചു. 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ജനുവരി 1 മുതലുള്ള ഇടക്കാല ആശ്വാസം അനുവദിക്കുക, മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന റെയിൽവേ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗം അംഗീകരിച്ചു. ശമ്പള കമ്മീഷനോ മറ്റ് ഏജൻസികളോ എന്ത് ശുപാർശ ചെയ്താലും അത് ഏത് തീയതിയിൽ പെൻഷനാകുന്നവർക്ക് കൊടുക്കണം, ഏത് തീയതിക്ക് ശേഷമുള്ളവർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. മുൻകാല പെൻഷൻകാർക്ക് നിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് വെച്ചാൽ പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്നത് നിലവിലുള്ള പെൻഷൻകാർക്ക് ബാധകമല്ലാത്ത രീതിയിൽ
അതിനെ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ചക്കര കൊണ്ട് പൊതിഞ്ഞ് നടക്കുന്ന ഒരു പാഷാണമാണത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഏകദേശം ടേംസ് ഓഫ് റെഫറൻസിലും ചായ്പുകുഴി സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ റോബിൻ പാലാട്ടി കൊടിയേറ്റൽ നിർവഹിച്ചു. മെയ് 3 ഞായറാഴ്ചയാണ് തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡേവി കാവുങ്ങൽ കാർമ്മികനാകും. 9:30 പ്രസിഡന്റി വാഴ്ച നടക്കും. 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിൻഡേഷ് മാളിയേക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ടോണി കോഴിപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചയ്ക്ക് 12 തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് ഊട്ടുനേർച്ച, വൈകിട്ട് 6 ഇടവക ദിനാഘോഷം, കലാസന്ധ്യ എന്നിവ നടക്കുമെന്ന് വികാരി ഫാദർ ഡാനിയൽ വാരമുത്ത്, ട്രസ്റ്റിമാരായ ആന്റണി പടിഞ്ഞാക്കര, വർഗീസ് ഇലഞ്ഞിക്കൽ എന്നിവർ അറിയിച്ചു. കൊറോണ കാലഘട്ടത്തിൽ നിർത്തലാക്കിയ KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ബസ്സുകളിൽ പലതും ചാലക്കുടി സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതിനാൽ അവ കയറുന്നതിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടു. രാത്രി 10 മണിക്ക് ചായപ്പുങ്ങുഴിയിലേക്കും 9:30 അതിരപ്പള്ളിയിലേക്കും സർവീസ് ഉണ്ടായിരുന്നതാണ്. തെക്ക് നിന്നും വടക്ക് നിന്നും വരുന്ന യാത്രക്കാർക്ക് ഈ സർവീസ് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. ജോലി കഴിഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥർക്കും മലയോര മേഖലയിലേക്കുള്ള ഈ ബസ് സർവീസ് സൗകര്യപ്രദമായിരുന്നു. ദീർഘകാലം ഓടിയിരുന്ന ഈ സർവീസുകൾ ലാഭകരമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഈ സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസ് മാനേജിംഗ് ഡയറക്ടർക്ക് നിവേദനം നൽകി. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ചാലക്കുടി നഗരസഭ പൊതുജനാരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ 2 ജീവനക്കാരെ ലഭ്യമാക്കി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ KS സജിത്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാലിൽ, വിമുക്തി കോർഡിനേറ്റർ KK രാജു എന്നിവർ നേതൃത്വം നൽകി. മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമം മൂലം പരിസര ശുചീകരണ പ്രവർത്തനം ശക്തമായി. ചാലക്കുടി എക്സൈസ് റേഞ്ച് കെട്ടിട പരിധിയിൽ തൊണ്ടിമുതലുകളായ നിരവധി കാറുകൾ, ബൈക്കുകൾ തുടങ്ങിയവ കസ്റ്റഡിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ മരങ്ങളിലെ ഇലകളും കൊഴിഞ്ഞുകിടക്കുന്നതിനാൽ കൊതുക് ശല്യം സാധ്യതയുള്ളതിനാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക വിലയിൽ വൻ വർധന വരുത്തി എണ്ണ കമ്പനികൾ. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് കൂട്ടിയത്. ഒറ്റയടിക്ക് 1000 രൂപയ്ക്ക് അടുത്താണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 19 കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടർ വില 3000 രൂപ കടന്നു. 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ സിലിണ്ടർ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട്ട് 3117 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് വില. ഒറ്റത്തവണ ഇത്രയും വില കൂട്ടുന്നത് അപൂർവമാണ്. ഒറ്റയടിക്ക് സിലിണ്ടറിന്റെ വില വലിയ തോതിൽ കൂട്ടിയത് ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ തുടങ്ങിയവയുടെ പ്രവർത്തനം താളം തെറ്റിക്കും. പ്രവർത്തന ചെലവ് കുത്തനെ കൂടുന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാനും ഇടയാക്കിയേക്കും. ഇത് സാധാരണക്കാരന്റെ ബജറ്റിനെയും ബാധിക്കും. ഏപ്രിൽ 1 വാണിജ്യ സിലിണ്ടറിന് 195 രൂപ 50 പൈസ കൂട്ടിയിരുന്നു. ജനുവരി 1 111 രൂപയും മാർച്ച് 1 28 രൂപ 31 പൈസയും മാർച്ച് 7 115 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG വിതരണത്തിലെ നിയന്ത്രണം ഒട്ടേറെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിടുന്നതിന് കാരണമായിരുന്നു. അതിനിടെയാണ് ഇടിത്തീയായി വലിയ തോതിലുള്ള വില വർധനയും ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിലേറുമെന്ന് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുമ്പോഴും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് CPM നേതൃത്വം.
LDFന്റെ സീറ്റ് നില 70-ൽ താഴെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് മുതിർന്ന പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചു. ആഭ്യന്തര തലത്തിലുള്ള വിലയിരുത്തലുകളുടെയും കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വിശ്വാസമെന്ന് CPM നേതാക്കൾ പറയുന്നു. എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കുന്നതിനേക്കാൾ അനുകൂലമായ ചിത്രം വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകും എന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. എല്ലാ എക്സിറ്റ് പോളുകളും UDF അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് അനുകൂലമായ ഒരു പ്രത്യേക പാറ്റേൺ കാണിക്കുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കകളുണ്ട്. ഇതൊരു പ്രവണതയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായി വിലയിരുത്തലുണ്ട്. ഒരു സാഹചര്യത്തിലും LDF 70 സീറ്റിൽ താഴെയാകില്ല, ഒരു CPM നേതാവ് പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. മലബാറിൽ ഏകദേശം 12 സീറ്റുകളും മധ്യ ദക്ഷിണ കേരളത്തിൽ ഏകദേശം 10 സീറ്റുകളും നഷ്ടപ്പെട്ടേക്കാം. എങ്കിലും LDF 70 സീറ്റിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു. മിക്ക പ്രവചനങ്ങളും LDFും UDFും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സൂചിപ്പിക്കുന്നത്. അതുതന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന്റെ തെളിവാണ്. സർക്കാരിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. LDF സർക്കാരിനെതിരായ എല്ലാ പ്രചരണങ്ങളും ഉണ്ടായിരുന്നിട്ടും യുവതലമുറ, പ്രത്യേകിച്ച് സ്ത്രീകൾ LDFനോട് ചായ്വ് കാണിച്ചെന്നും CPM നേതാവ് പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് LDFന് അതിനെക്കുറിച്ച് ഒരു ആശങ്കയുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ 2 കാര്യങ്ങൾ തെളിയിച്ചു. ഒന്ന്, LDF സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. രണ്ടാമത്തേത്, മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും ജനപ്രിയനായ നേതാവ് പിണറായി വിജയനാണ്. LDFന് 60 മുതൽ 69 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേകൾ പ്രവചിക്കുന്നു. ഇത് ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ മാത്രം കുറവാണ്, MV ഗോവിന്ദൻ പറഞ്ഞു. പാചകവാതക വില വർധനയെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോകം മുഴുവൻ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്. നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? വാണിജ്യ സിലിണ്ടറൊക്കെ ഒരു നമ്പർ അല്ലായിരുന്നോ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി വ്യക്തമായ മറുപടി നൽകിയില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക വിലയിൽ വൻ വർധനയാണ് എണ്ണ കമ്പനികൾ വരുത്തിയത്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടർ വില 3000 രൂപ കടന്നു. 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ സിലിണ്ടർ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട്ട് 3117 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് വില. ഒറ്റത്തവണ ഇത്രയും വില കൂട്ടുന്നത് അപൂർവമായാണ്. അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആന യുവാവിനെ കുത്തിക്കൊന്നു. ആനയെ കൊണ്ടുവന്ന ലോറിയിലെ ഡ്രൈവർ കൊല്ലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കുത്തേറ്റ പാപ്പാൻ കൊല്ലം സ്വദേശി പ്രദീപിനെ അങ്കമാലി LF ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. കൊല്ലത്ത് നിന്ന് പുലർച്ചെ ലോറിയിൽ കൊണ്ടുവന്ന ആന അക്രമാസക്തനായതോടെയാണ് കിടങ്ങൂർ ക്ഷേത്രമുറ്റത്ത് വാഹനം നിർത്തി സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്നതായിരുന്നു. ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. രാവിലെ 9:15 അപ്രതീക്ഷിതമായാണ് ആന ഇടഞ്ഞത്. ഈ സമയം ലോറിക്ക് സമീപം നിന്ന വിഷ്ണുവിനെ ആന ചുഴറ്റിയെടുത്ത് നിലത്തടിക്കുകയും കൊമ്പുകൾ അമർത്തി ആവർത്തിച്ച് കുത്തുകയുമായിരുന്നു. വിഷ്ണുവിന്റെ തലയും നെഞ്ചും പിളർന്നു. വിഷ്ണുവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാൻ പ്രദീപിനും കുത്തേറ്റത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ പ്രദീപിനെ അങ്കമാലി LF ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇടഞ്ഞ ആന 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിലാക്കി. ക്ഷേത്രമുറ്റത്ത് തലങ്ങും വിലങ്ങും ഓടിയ ആന പ്രകോപിതനായി. സമീപത്തെ കണ്ണിൽ കണ്ട വാഹനങ്ങളും കുത്തിമറിച്ച് ചുഴറ്റിയെറിഞ്ഞു. സമീപത്തെ മതിലും തകർത്തു. പ്രകോപിതനായ ആന വിരണ്ടോടിയതോടെ ആളുകൾ 4 പാടും ചിതറിയോടി. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയെങ്കിലും ആനയെ നിയന്ത്രിക്കാനായില്ല. 12:15 മയക്ക് വെടിവെച്ചെങ്കിലും 20 മിനിറ്റിന് ശേഷമാണ് ആന ശാന്തമായത്. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് ആനയെ തളച്ചിട്ടു. മരിച്ച വിഷ്ണുവിന്റെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദീപിന്റെ നില അതിഗുരുതരമാണ്. പാർത്ഥസാരഥി എന്ന ആന ഇതാദ്യമായാണ് ഇടഞ്ഞത്. കിടങ്ങൂർ ക്ഷേത്രത്തിലും ഉത്സവത്തിനെത്തിയ ആന ഇടഞ്ഞതും ഇതാദ്യമാണ്. എക്സിറ്റ് പോളുകൾ UDFന് വിജയം പ്രവചിച്ചതിന്റെ ആവേശം നിലനിൽക്കുന്നതിനിടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോര് പുതിയ തലത്തിലേക്ക്.
വി.ഡി. സതീഷിനെ പരസ്യമായി പിന്തുണച്ച മുസ്ലിം ലീഗിന്റെ നടപടിയിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ട്. കെ.സി. വേണുഗോപാൽ പക്ഷങ്ങളുടെ തുടർ നീക്കം നിരീക്ഷിക്കുകയാണ് ചെന്നിത്തല അനുകൂലികൾ. അതിനിടെ കെ.സി. വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചിത്രീകരണം നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കെ.സി. at 50 എന്ന പേരിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ കെ.സി. വേണുഗോപാലിന്റെ 50 വർഷങ്ങൾ ഇതിവൃത്തമാക്കിയായിരുന്നു ഡോക്യുമെന്ററി ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം ചിത്രീകരണവും നടന്നിരുന്നു. മെയ് 1 ഡോക്യുമെന്ററി പുറത്തിറക്കുക ലക്ഷ്യമിട്ട് തകൃതിയായി ചിത്രീകരണം നടന്നുവരികയായിരുന്നു എന്നാണ് വിവരം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാത്ത പക്ഷം പിന്തുണ ലഭിക്കും എന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗം കണക്കുകൂട്ടുന്നത്. എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കെ.സി. പക്ഷം സൂചിപ്പിക്കുന്നു. അതേസമയം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ തുണയാകുമെന്നാണ് വി.ഡി. സതീശൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. 4 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശനിയാഴ്ച 7 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശനിയാഴ്ച ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് പുറമെ ഇടിമിന്നലിലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. നോർത്ത് ചാലക്കുടി പാങ്ങാട്ടുപറമ്പിൽ കുഞ്ഞുവറീത് മകൻ ജോണി നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചായ്പോൾ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. കൊറോണ കാലഘട്ടത്തിൽ നിർത്തലാക്കിയ KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക വിലയിൽ വൻ വർധന വരുത്തി എണ്ണ കമ്പനികൾ. കേരളത്തിൽ UDF അധികാരത്തിലേറുമെന്ന് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുമ്പോഴും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് CPM നേതൃത്വം. അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആന യുവാവിനെ കുത്തിക്കൊന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.